നമസ്കാരം. ഇന്ന് നമുക്ക് റവയും നല്ല പഴുത്ത നേന്ത്രപ്പഴമൊക്കെ ചേർത്ത് വളരെ രുചികരമായിട്ടുള്ള ഒരു നാടൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിൽ നിന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിനു വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. പശുവിൻ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് ഒരു കൈപ്പിടി ഉണക്കമുന്തിരി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം അത് നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റിവെക്കാം. പിന്നീട് അതേ നെയ്യിലോട്ടേക്ക് തന്നെ നല്ല മധുരമുള്ള പഴുത്ത 2 ചെറിയ നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതും കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർക്കാം. ഇനി പഴം നല്ല രീതിയിൽ നെയ്യിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ സാധാരണ കുട്ടികൾക്ക് കൊടുക്കാൻ പഴം നെയ്യിൽ വാട്ടിയെടുക്കാറില്ലേ, അതേ രീതി തന്നെ പഴം ഒന്ന് വെന്ത് കുഴഞ്ഞു വന്ന രീതിയിലായാലും മാറ്റിവെക്കാം. അതേ നെയ്യിൻ്റെ ആ മണമുള്ള ആ ഒരു പാനിലോട്ടേക്ക് ഒരു 1/2 കപ്പ് അളവിൽ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ ചേർത്തതിന് ശേഷം നെയ്യിലിട്ട് നല്ലതുപോലെ 2 മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നും കൂടുതൽ സമയം ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഒരു 1-2 മിനിറ്റിൽ ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പ് അളവിലോളം പാലൊഴിച്ചു കൊടുക്കാം. അതായത് റവ ഒന്ന് മിക്സായി കുഴഞ്ഞു വരുന്ന രീതിയിൽ അളവിൽ വേണം പാലൊഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് അളവിൽ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ റവ നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ചെറു ചൂടോടുകൂടി തന്നെ കയ്യിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ റവ കുഞ്ഞു ബോൾസായിട്ട് ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയുടെ ഈ ഒരു ബോൾസൊക്കെ നമ്മൾ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇതിലോട്ടേക്ക് ഏകദേശം ഒരു 1.5 കപ്പോളം അളവിൽ പാലൊഴിച്ചു കൊടുക്കാം. പാലിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അതില്ലെങ്കിൽ കംപ്ലീറ്റ് പാലിലായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് ചേർക്കുന്നത്. കാരണം കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പഴത്തിന് നല്ല മധുരമുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പഴം വാട്ടുന്നതിനകത്തും കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. മധുരം ബാലൻസ് ചെയ്യാൻ 2 നുള്ളി ഉപ്പും ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ടേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന പഴം കൂടി ഇതിലോട്ടേക്ക് ഇടാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ തിള വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് പാലിലൊന്ന് മിക്സ് ചെയ്തതാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അതായത് റവ ആയതുകൊണ്ട് തന്നെ നമ്മൾ അരിപ്പൊടിയിലൊക്കെ ചെയ്യുമ്പോൾ ഇത് നല്ല രീതിയിലൊരു കൊഴുപ്പിൽ കിട്ടും. പക്ഷേ റവയാകുമ്പോൾ നമുക്ക് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് വളരെ കുറഞ്ഞ സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് നല്ല ക്രീം പോലെ ഈ ഒരു രീതിയിൽ റെഡിയായിട്ട് വരും. ഇതിപ്പോൾ മധുരവും ആ ഒരു ചെറിയൊരു ഉപ്പ് രസമൊക്കെ ആയിട്ട് നല്ല രുചിയുള്ള ആ ഒരു കറക്റ്റ് ഫ്ലേവറിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ്. നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അത് തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ടോപ്പിൽ കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടി നമ്മൾ നേരത്തെ നെയ്യിൽ വാട്ടി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നമുക്ക് നല്ലൊരു വെറൈറ്റി ഡിഷായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.